ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഞാൻ 2019 ഡിസംബർ 1 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുമ്പോൾ 2019 നവംബറിൽ എൻ്റെ വൈഫ് ഗർഭിണിയാണ്. അപ്പോൾ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വൈഫിന് യൂട്രസിനകത്ത് 2 സ്ഥലം മുഴയാണ്. അതോടൊപ്പം തന്നെ കുട്ടി മറുവിലേക്ക് താഴെ ഒത്തിരി താന്നാണ്. അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ഒരു മാസം കഴിയുമ്പോൾ വന്ന് പിന്നെ സ്കാൻ ചെയ്യണം, കാരണം മുഴ വളരുന്നുണ്ടോയെന്ന് അറിയണം. മുഴ വളരുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. ഇന്ന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ അമ്മയെ ഞങ്ങൾക്ക് ഇവിടെ തന്നു, യാതൊരു പ്രശ്നം കൂടാതെ കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണമായിരുന്നു, ഒരു വീട് ഉണ്ടായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അത് സാധ്യമാവുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ വിവാഹം കഴിഞ്ഞു, അനിയനും കുട്ടിയൊക്കെ ആയി. അപ്പോൾ എല്ലാവരും കുടുംബത്തിലാണ്. അപ്പം അതിനുവേണ്ടി എന്നാൽ നടക്കുമോ ഇല്ല, അല്ലെങ്കിൽ വാടകയ്ക്ക് മാറാം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ടൊരു ഭവനം കൊടുക്കാനുണ്ടെന്നും അത് വളരെ വില കുറച്ച്, അവിടെ ഉള്ള വിലയേക്കാൾ ഒരുപാട് വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അത് പോയി കാണാനും അഡ്വാൻസ് കൊടുക്കാനൊക്കെ പറ്റി. എന്നാൽ ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാലറി അക്കൗണ്ടിലല്ല കിട്ടുന്നതെന്ന് പറഞ്ഞ് ബാങ്കുകാരല്ല എനിക്ക് ലോൺ റിജക്റ്റ് ചെയ്തു. കാരണം ലോൺ എടുത്താൽ എനിക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. ബാങ്കുകളിൽ ചെല്ലുമ്പോൾ പറയുന്നത് നിങ്ങൾ പ്രൈവറ്റ് ജോലിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ശമ്പളം അക്കൗണ്ടിൽ വരാത്ത കാരണം കൊണ്ട് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വസ്തു ഞാൻ എഴുതിയിട്ടുമില്ല, ആധാരം അവരയിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ലോക്ക്ഡൗൺ സമയത്തും ഓൺലൈനിൽ ഞങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷകൾ കൂടുമായിരുന്നു. അപ്പോൾ അച്ഛനെന്നും പറയും നിങ്ങൾ സമയം എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് അധികാരമുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ലോൺ കിട്ടണം, കാരണം കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ 13%, 14% ലോണിന് കൊടുക്കണം ഇൻട്രസ്റ്റ്. ഞങ്ങൾക്ക് അതിനുള്ള വലിയ വരുമാനമൊന്നുമില്ല. ഏതായാലും അവിടെ പലരും പറഞ്ഞ് പല ബാങ്കിലും പോയി. അവസാനം കാനറ ബാങ്കിൽ ചെന്നു. ഒരു ഭവനം മേടിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്കീമുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വെറും 6% പലിശയ്ക്ക് ഞങ്ങളുടെ ഈ ഉള്ള ശമ്പളത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് ലോൺ പാസ്സാവുകയും ഈ മാർച്ച് മാസം 25-ാം തീയതി ആ വസ്തു ഞങ്ങളുടെ പേരിൽ തീരാധാരം എഴുതി തീർക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 10 മാസത്തോളായപ്പോൾ മോന് 10 മാസമായിട്ട് മോൻ നടക്കുന്നില്ല, എഴുന്നേറ്റിരിക്കത്തില്ല, കുഞ്ഞിനെ പിടിച്ചിരുത്തണം. അപ്പം ഈ മാർച്ച് മാസം 2-ാം തീയതി ഞങ്ങൾ കുഞ്ഞിന് വലസയിൽ വീക്ഷണത്തിന് ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിൽ കാണുന്നില്ല. അപ്പം ലോക്ക്ഡൗൺ സമയമൊക്കെ വൈഫ് നേഴ്സാണ്, എന്നാലും ലോക്ക്ഡൗൺ സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളങ്ങനെ കാണിക്കാനോ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞിന് രാത്രിയിൽ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഒരു സൈഡിലില്ല, ഒരു സൈഡിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എവിടെയെങ്കിലും നല്ലൊരു സർജനെ കൊണ്ടുപോയി പെട്ടെന്ന് കാണിക്കണം, ഉള്ള ഒരു സൈഡിലേയും കൂടെ നഷ്ടപ്പെടാതിരിക്കണേ, അത് ഓപ്പറേഷൻ ചെയ്ത് നിലനിർത്തണം, ഇല്ലെങ്കിൽ മറ്റേ സൈഡിലെ വയറ്റിനുള്ളിലോ എവിടെയെങ്കിലും കാണും, അതെടുത്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും, കാരണം അത് വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ക്യാൻസർ അതുപോലെ മറ്റേ രോഗങ്ങളായി മാറും എന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഞങ്ങൾ അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ എണ്ണ എടുത്ത് പിരിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് 8-ാം തീയതി 7-ാം തീയതി ഞങ്ങളിവിടെ വന്ന് ഈ നടയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇതുവരെ വന്ന് ഇവിടെ എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു ക്യാൻസർ രോഗികൾ അതുപോലെ ആളുകളെ കാണത്തുള്ളൂ, നമ്മളിവിടെ എഴുതി കൊടുക്കും, അച്ഛൻ അത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അമ്മേ മാതാവേ വേറെ മാർഗ്ഗം ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങൾക്ക് നീ തന്ന കുഞ്ഞാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ ഞങ്ങളെ വിളിച്ചതായും കാണാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ കുഞ്ഞിനെ എടുത്ത് മടിയെടുത്തി പറഞ്ഞിട്ട് പറയും പിന്നെ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചു ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. 8-ാം തീയതി ഞങ്ങൾ പോയി കുഞ്ഞിനെ കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർ സ്കാൻ ചെയ്തു. ഏതായാലും റൈറ്റ് സൈഡിൽ ഒരല്പം മുകളിലായിട്ട് കയറി ഇരിപ്പുണ്ട്, അതായത് വയറ്റിലെല്ലാം സ്കാൻ ചെയ്തിട്ട് ഇല്ല എന്ന് അവർ പറഞ്ഞു. ആ ആദ്യത്തെ സ്കാനിങ്ങിൽ 9-ാം തീയതി സ്കാൻ ചെയ്തപ്പോൾ ആ സാധനം ഒരല്പം മുകളിലായിട്ട് കയറി ഓൾറെഡി ആ കുട്ടിയുടെ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ അവർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത് നേരെ താഴേക്ക് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ESIയിലാണ്, മെഡിക്കൽ കോളേജിൽ അവർ ഡേറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു കാരണവശാലും കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജൂൺ 19-ാം തീയതിയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്, അതിന് മുമ്പ് തന്നെ അത് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛാ കുഞ്ഞിന് 10 മാസം അവൻ ഇരിക്കുന്നില്ല, അവൻ തന്നെ എഴുന്നേൽക്കുന്നില്ല, പിടിച്ചിരുത്തിയിരിക്കും. ഇവിടെ നിന്ന് പോയി 2-ാമത്തെ ദിവസം കുട്ടി തന്നെ ഇരുന്നു. ഒരാഴ്ചക്കുള്ളിൽ മോൻ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അവൻ തന്നെ പിടിച്ചുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അവൻ വീട്ടിലൊക്കെ ആകുമ്പോൾ തന്നെ വന്നിട്ട് കതകിൻ്റെ അവിടെ പടി അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്, അവൻ എവിടെയെങ്കിലും പിടിച്ച് എഴുന്നേക്കട്ടെ നിർത്ത്. അവനത് തന്നെ എഴുന്നേറ്റ് പിടിച്ച് തന്നെ നിൽക്കാൻ തുടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവന് എഴുന്നേറ്റ് നിൽക്കുവാനും തുടങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ ഈ
2020 ജനുവരിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ബോംബെ പോകാനൊരു സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മകളാണ്. ആ ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് ഒരു റിലേഷനിലാണ്. അവർ നല്ലൊരു ഫാമിലിയാണ്. കുട്ടി എംടെക്കുകാരിയാണ്. അപ്പോൾ അവർ ജോലിക്ക് വേണ്ടി നല്ല ജോലിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഈ വിവാഹത്തിനെല്ലാം വേറൊന്നും സമ്മതിക്കുകയില്ല. അവർ അപ്പനും അമ്മയെല്ലാം പിണങ്ങി, കുട്ടിയോട് മിണ്ടത്തില്ല. ഈ കുട്ടിയാണ് പള്ളിയായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സഹകരിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതിലൊന്നും പോകാതെല്ലാം മാറി നിൽക്കുന്നു. അവർക്ക് ഭയങ്കര വിഷമമാണ്. എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവർ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടൊന്നും കുട്ടി മാറുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുത്തെ പത്രം ഉണ്ടായിരുന്നു. എന്നും കുരിശ് വരയ്ക്കും നേരത്തെ ഉപയോഗിക്കേണ്ട എണ്ണയുണ്ടായിരുന്നു. ആ തേനും പത്രവും എല്ലാം കയ്യിരുന്നുകൊണ്ട് ആ സാധനം കൊണ്ടാണ് ഞാൻ പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ പത്രം കൊടുത്തു. ഈ പത്രം എല്ലാം വായിച്ചതിന് അവർ പറഞ്ഞു, മോനെ ഇതെവിടെ എന്തോന്നൊക്കെ ചോദിച്ചു. ഞാനത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തു. അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ എണ്ണയും ഉപ്പും ഞാൻ ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവളിത് പറഞ്ഞാൽ ഇങ്ങനെ പള്ളിയിൽ നിന്ന് കൊടുത്താൽ അവരൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയണ്ട, നിങ്ങൾ വിശ്വസിച്ചോട് കൊടുക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും കൊടുത്തൊരു 3 മാസത്തിനുള്ളിൽ ആ കുട്ടി തന്നെ പറഞ്ഞ് എനിക്ക് ആ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഇപ്പോൾ അവർ നല്ലൊരു വിവാഹത്തിന് വേണ്ടി അവർ ആലോചനയിലാണ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്